പൗലോസ് അവരോട് പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൗലോസിന്റെ ആന്തരിക ബോധ്യമുണ്ട്. പൗലോസ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രസംഗം അത്രയും മെച്ചമൊന്നുമല്ല, എനിക്ക് വാക്ചാതുര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, പുള്ളിയുടെ പ്രസംഗം അരോചകമായിട്ട് എടുത്ത് താഴെ ഉരുണ്ടിപടച്ച് ഉറക്കത്തിൽ താഴെ വീണിട്ടുണ്ട്. പക്ഷേ ഇവിടെ സിറ്റുവേഷൻ വ്യത്യാസമുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി, ഒരു മകൻ ഈ പ്രസംഗം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അതിൻ്റെ പ്രസംഗത്തെ ശ്രദ്ധിക്കുന്നതായിട്ട് ഒരു ആന്തരികമായ ഒരു അനുഭവം പത്രോസിന് തോന്നി, പൗലോസിന് തോന്നി. പൗലോസ് എന്താ തോന്നിച്ച ഒന്നുകൂടെ വായിച്ചത്. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. എന്താ പ്രശ്നം വെച്ചാല്, ഒരു മുടന്തനെ സുഖപ്പെടുത്തണം. പക്ഷെ അതിന്റെ പ്രോസസ്സിങ് നോക്കണം. അതായത് ആന്തരിക, ഇപ്പൊ പൗലോസിന്റെ പ്രസംഗം അരോചകമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ചിലപ്പോൾ നീണ്ടു പോകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ, പക്ഷെ ഈ പറയുന്ന സംഭവമില്ലേ, ഭയങ്കര ബോധ്യത്തിലാണ് പറയണത്. പ്രസംഗത്തിനെ നമ്മൾ പാട്ടൊക്കെ പാടിയും അതുപോലെ തന്നെ ഇക്കിളിയുള്ള കഥകളൊക്കെ ഇട്ട് ആൾക്കാരെ ഇക്കിളി ഇട്ട് ചിരിപ്പിച്ചു. ഈ അഭ്യാസമൊന്നും സുവിശേഷത്തിന് ആവശ്യമില്ല. സുവിശേഷത്തിന് ആവശ്യമുള്ളത് ശ്രോതാക്കളല്ലേ പിടിച്ചിരുത്തേണ്ടത്. ശ്രോതാക്കളെ ഹൃദയത്തിൽ ദൈവത്തെ പിടിച്ചിരുത്തണം. എല്ലാവരും പറഞ്ഞു ശ്രോതാക്കളെ പിടിച്ചിരിക്കാനുള്ള മെക്കാനിസം എന്താ?